ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും അക്കാഡമിക് മാസ്റ്റർ പ്ലാനെ കുറിച്ച് പറയുകയാണ്. ഞാൻ ക്ലാസ് തല അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എങ്ങനെ തയ്യാറാക്കണമെന്നതിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്ത ആളുകൾ ദയവായി അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഉചിതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്കൂൾ തല അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും അധ്യാപകരുടെ ചർച്ചകളിൽ ഈ മാസ്റ്റർ പ്ലാന്റെ ഘടനാ സംബന്ധമായ അത് എങ്ങനെ എഴുതി തയ്യാറാക്കണം എന്നതിന് സംബന്ധമായ ചർച്ചകളാണ് കൂടുതലായി കണ്ടിട്ടുള്ളത്. ഞാൻ ഊന്നുന്നത് നിങ്ങൾ എഴുതി തയ്യാറാക്കുന്നതിനേക്കാൾ പ്രസക്തമായത്, പ്രാധാന്യമുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തയ്യാറാക്കൽ പ്രക്രിയ, നാം അതിനെ എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഇത് രേഖപ്പെടുത്തി വയ്ക്കുന്നതിനും അതൊരു ഡോക്യുമെൻ്റാക്കി മാറ്റുന്നതിനും കൂടുതൽ സഹായകമാകും എന്ന് കരുതുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ക്ലാസ് തല അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ കണ്ടു, അത് എൻ്റെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്, അതിന് നമ്മളൊരു ബേസ് ലൈൻ എന്ന് പറയുന്നു. അതിനനുസരിച്ച് എവിടെയൊക്കെയാണ് കുട്ടികളുടെ പിന്നാക്കാവസ്ഥ ഓരോ വിഷയത്തെ സംബന്ധിച്ച് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ആ പ്രയോറിറ്റി അനുസരിച്ചിട്ട് വിശദമായിട്ട് നമ്മളൊരു ടൈം ഫ്രെയിം വെച്ചതുകൊണ്ട് ഈ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി എത്ര കാലയളവിനുള്ളിൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്ന് ഡിസൈൻ ചെയ്തു. അതിനെയാണ് നമ്മൾ ക്ലാസ് തല അക്കാഡമിക് പ്ലാൻ എന്ന് പറയുന്നത്. അത് ക്ലാസ്സിലെ ഓരോ വിഷയത്തിനും, മലയാളത്തിനും ഇംഗ്ലീഷിനും കണക്കിനും പിന്നെ സയൻസിനും ഒക്കെ ആവശ്യം ഏതിനൊക്കെയാണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ മുൻഗണനാക്രമത്തിൽ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത് എന്ന് വിശദീകരിക്കുകയുണ്ടായി. ഇനി സ്കൂൾ ആസ് എ ഹോൾ എടുത്തുകൊണ്ടാണല്ലോ നമ്മൾ സ്കൂൾ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. അതിനകത്ത് ഇവയെ എങ്ങനെയാണ് ഉൾച്ചേർക്കുന്നത് എന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ക്ലാസ് തലത്തിൽ നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന പ്ലാൻ പ്രയോറിറ്റിയെ ഒരു സ്കൂളിൻ്റെ ഒരു മാസ്റ്റർ ഫ്രെയിമിലേക്ക് ഉൾച്ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും, അവിടെ ഈ വിശദാംശങ്ങളെല്ലാം വേണമോ? വേണ്ട. അവിടെ നമ്മൾ എഴുതുന്നത് പ്രാഥമികമായി പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് 3ാം ക്ലാസ്സിലെ ഭാഷയുമായി ബന്ധപ്പെട്ട നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിനകത്ത് എല്ലാ കുട്ടികളെയും ഭാഷ സുഗമമായി ഒഴുക്കോടെ വായിക്കുന്നതിന് ശേഷിയുള്ളവരാക്കും എന്നാണ് നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മാസ്റ്റർ ഫ്രെയിമിൽ നമ്മൾ എന്തായിരിക്കും എഴുതുക? ക്ലാസ് 3 ഭാഷ നമ്മളവിടെ എഴുതും, എല്ലാവരെയും ഒഴുക്കോടെ വായിക്കാൻ പ്രാപ്തരാക്കൽ. അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തന വിശദാംശങ്ങൾ നമ്മൾ അവിടെ എഴുതണമെന്നില്ല. പക്ഷേ ഓരോ മാസത്തിലും നടക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമാത്രം രേഖപ്പെടുത്തുവാനുള്ള ഒരു ക്രമീകരണം ചെയ്താൽ മതിയാകും. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും മുൻഗണനയനുസരിച്ചിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഈ ഫ്രെയിമിലേക്ക് അതിനെ വേണമെങ്കിൽ നമുക്കൊരു കലണ്ടർ പോലെ ആദ്യം രൂപപ്പെടുത്തുന്നതായിരിക്കും നന്നാവുക. ആ കലണ്ടറിൽ ഓരോ മാസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്താം. ഇതിൽ സ്കൂൾ സംബന്ധമായ സ്ഥിരമായി, അതായത് നിർബന്ധമായും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 1, പരീക്ഷകളുണ്ട് അല്ലേ? ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ഉണ്ട്, സെക്കൻഡ് ടേം എക്സാമിനേഷൻസ് ഉണ്ട്, ദെൻ ആനുവൽ എക്സാമിനേഷൻ ഉണ്ട്. അവയുടെ ഏകദേശ സമയം നമുക്കറിയാം, അത് പ്ലേസ് ചെയ്യാം ഈ കലണ്ടറിൽ. പിന്നെ എന്താ വരുന്നത്? സ്കൂൾ തല പരിപാടികളുണ്ട്. എന്തൊക്കെയുണ്ട്? ശാസ്ത്ര പ്രദർശനമുണ്ടാകും, കലാമേള ഉണ്ടാകും, കായികമേള ഉണ്ടാകും, അതുപോലെ തന്നെ സ്കൂൾ ജനറൽ ബോഡി PTA ജനറൽ ബോഡി ഉണ്ടാകും. അതുപോലെ തന്നെ യഥാസമയങ്ങളിൽ നടക്കുന്ന ക്ലാസ് PTA ഉണ്ടാവും. പരീക്ഷകളോടനുബന്ധിച്ചിട്ട് ക്ലാസ് PTA നമ്മൾ നടത്തും. ഇതൊക്കെ തന്നെ മുൻകൂട്ടി നമുക്ക് ഈ ഫ്രെയിമിൽ, കലണ്ടറിൽ രേഖപ്പെടുത്തി വയ്ക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. അവ കൂടി നമ്മുടെ മാസ്റ്റർ പ്ലാനിൽ ചേർക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ അതിനോടൊപ്പം തന്നെ ചേർക്കേണ്ടുന്ന പൊതുവിഷയങ്ങളുണ്ടാവും. അപ്പോൾ ക്ലാസ് തല വിഷയങ്ങൾ കൂടാതെ തന്നെ ചില പൊതുവിഷയങ്ങൾ നമുക്ക് രേഖപ്പെടുത്തേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ലൈബ്രറി മെച്ചപ്പെടുത്തലായിരിക്കും നിങ്ങളുടെ ഒരു പൊതുവിഷയം. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ പുസ്തകം സമാഹരിക്കലായിരിക്കും നിങ്ങളുടെ ഒരു പൊതുവിഷയം. അതല്ല എങ്കിൽ എല്ലാ ക്ലാസ് PTകളിലും പരമാവധി ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരിക്കും നിങ്ങളുടെ ഒരു പുതിയ പൊതു സ്കൂൾ സംബന്ധമായ വിഷയം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഒരു അക്കാഡമിക് കലണ്ടർ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ ഒരു പ്ലാനായിട്ട് ഡിറൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആൾറെഡി ക്ലാസ് തല പ്ലാനിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ക്ലാസ് തല അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ വേണ്ടത് പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കലാണ്. അത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ
അത് രേഖപ്പെടുത്തണമെങ്കിൽ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണമെന്ന് നമുക്ക് കൃത്യമായി പറയണമെങ്കിൽ അതിനെ കൃത്യമായി അതിൻ്റെ പ്രവർത്തന പദ്ധതി വിശദമായി രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രവർത്തന പദ്ധതികളെ വിശദമായി രൂപീകരിക്കുകയും ഓരോ മാസവും നമ്മൾ ഇതിൽ എന്ത് ഘടകമാണ് ചെയ്യുന്നത് എന്ന് ഈ ടേബിളിലേക്ക് കയറ്റി പോവുകയും ചെയ്യുമ്പോൾ സ്കൂളിൽ ഒരു വർഷം നടക്കുന്ന മൊത്തം പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ നമുക്ക് കിട്ടും. അതിനെ നമുക്ക് അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൻ്റെ ഫ്രെയിം എന്ന് വിളിക്കാം. അതൊരു ഫ്രെയിമാണ്, മാത്രമല്ല ഇതൊരു റെഫറൻസ് മെറ്റീരിയലുമാണ്. നിങ്ങൾക്ക് SRG മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ നടക്കേണ്ടിരുന്ന ഇന്ന പ്രവർത്തനങ്ങൾ നടന്നോ എന്ന് റിവ്യൂ ചെയ്യുന്നതിനും എന്തൊക്കെ പരിമിതികളാണ്, എന്തൊക്കെ മികവുകളാണ് നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നതെന്ന് വിശകലനം ചെയ്യുന്നതിനും ഈ രേഖ സഹായിക്കും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രവർത്തനത്തിനും വിശദമായ ഒരു റൈറ്റപ്പ് നമുക്കുണ്ടാകേണ്ടിരുന്നത്. അത് വേറെ വേറെ അധ്യായങ്ങളായി കാണുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3ാം ക്ലാസ്സിലെ ഭാഷാ പ്രവർത്തനം ഒരു ആക്ഷൻ പ്ലാനാണ്. അപ്പോൾ അതിനൊരു ഘടനയുണ്ടാവും. ലക്ഷ്യം നമ്മൾ എഴുതും, പ്രവർത്തന പദ്ധതികൾ എഴുതും, അതിനുവേണ്ടി നമ്മൾ മറ്റെന്തെങ്കിലും റിസോഴ്സുകൾ സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ അതെഴുതും, അതിൻ്റെ സമയക്രമം എഴുതും. അങ്ങനെ ഒരു 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 ഭാഗമുണ്ടായിരിക്കും. ഇത് 3ാം ക്ലാസ്സിൽ തന്നെ കണക്കിനുണ്ടാവും, 4ാം ക്ലാസ്സിൻ്റെ മലയാളത്തിനുണ്ടാവും. വേറെ വേറെ ആളുകളായിരിക്കും ഇത് ചെയ്യുക സ്വാഭാവികമായിട്ടും, അല്ലേ? അതുപോലെ EVS-നുണ്ടാവും, ഇംഗ്ലീഷിനുണ്ടാവും. ഇവയൊക്കെ വേറെ വേറെ പദ്ധതികളായി തന്നെ ഉണ്ടാവും. ഇവയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതു മാസത്തിൽ ഏത് ആഴ്ച നടക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിമായി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരിയുള്ള, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മാതിരിയുള്ള ഒരു ഫ്രെയിമിലേക്ക് ഉൾച്ചേർക്കുമ്പോൾ ഒരു വർഷം മുഴുവനായി നമ്മൾ പൂർത്തിയാക്കേണ്ടുന്ന, ഒരു വർഷം മുഴുവനായി നമ്മൾ പൂർത്തിയാക്കേണ്ടുന്ന, നമ്മൾ നേടേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു രേഖ സ്കൂളിൽ രൂപീകരിക്കാൻ പറ്റും. അപ്പോൾ ഈ തരത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇതിൻ്റെ ഘടനാപരമായ സവിശേഷതകളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വാഭാവികം നിങ്ങൾക്കറിയാം. അത് എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയും, അതിൻ്റെ പ്രവർത്തന ഘട്ടങ്ങളും അതിൻ്റെ സമയവും പറയും, ഇതിനിടയ്ക്ക് ഇതിൻ്റെ പ്രവർത്തന പുരോഗതിയുടെ വിശകലനം. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കണം, ക്ലാസ് തല അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൻ്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിലൊക്കെ എവിടെ നടക്കണം? SRG മീറ്റിങ്ങിൽ കൃത്യമായി നടക്കണം. നിങ്ങൾ കൂടുന്ന എല്ലാ SRG മീറ്റിങ്ങുകളിലും നിങ്ങളുടെ സ്കൂൾ അക്കാഡമിക് മാസ്റ്റർ പ്ലാനെ അധികരിച്ച് ഇതിലേതൊക്കെ പൂർത്തിയാക്കാൻ പറ്റി, എന്തൊക്കെ തടസ്സങ്ങളുണ്ടായി, എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രവർത്തന പദ്ധതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുകയും അത് നിരന്തരം മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു പ്രക്രിയയാണ് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ. ഇതൊരു വെറും രേഖയല്ല എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ സ്കൂൾ തല അക്കാദമിക ആസൂത്രണ പ്രവർത്തനങ്ങളെ ഈ സ്ലൈഡിൽ കാണുന്ന തരത്തിൽ സംഗ്രഹിക്കാം.